നമസ്കാരം, ഞാൻ സുജാത. ഞാൻ ഒരു അടിപൊളി ഫ്രണ്ട് ഓപ്പൺ ഷോർട്ട് ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. അങ്ങനെ ഓൺലൈനിൽ നിന്ന് കിട്ടിയ ഒരു ഡിസൈനാണ് അപ്പോൾ ഞാൻ ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഡ്രസ്സ് എൻ്റെ കയ്യിലില്ല. ആ ഓൺലൈനിൽ കണ്ടിട്ട് അത് നോക്കിയിട്ട് ഏകദേശം ഒക്കെ ഒരളവിൽ ഞാൻ വെട്ടി നോക്കുകയാണ്. ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇങ്ങനത്തെ ഒരു 3-4 ടോപ്പൊക്കെ തയ്ച്ചിട്ട് നിങ്ങളുടെ ഷോപ്പൊക്കെ നടത്തുന്നവരാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ അങ്ങനെ ഡിസ്പ്ലേ ഇട്ടിടുക. പിന്നെ വാട്സപ്പിൽ ഇൻസ്റ്റയിലൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഫെസ്റ്റിവൽ സീസൺ വരാൻ പോകല്ലേ, ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് നമ്മുടെ കടകളിലൊക്കെ വരും. അപ്പോൾ അവർക്കൊക്കെ കാണും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സും ഡെവലപ്പ് ചെയ്യാനുള്ള നല്ലൊരു ടോപ്പും കൂടിയാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ തയ്ച്ച ഡിസൈനും ഓൺലൈൻ ഡിസൈനും. രണ്ട് മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. 46 ഇഞ്ച് വീതിയുള്ളൊരു തുണീൻ്റെ അടുത്തുണ്ടായിരുന്നു. ഒരു പെൻസിൽ സ്കർട്ട് തയ്ച്ചിട്ട് ബാക്കിയുള്ളത് അതിനെ രണ്ടാക്കി മടക്കിയിട്ട് ആണ് ഇപ്പോൾ ഞാൻ തയ്ക്കാൻ പോകുന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ വരം കണ്ട കീഴ്പ്പട്ടയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ആ തുണീൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാട്ടോ. അപ്പോൾ ഇനി നമുക്ക് താഴത്തേക്ക് ഒരു 13.5 ഇഞ്ച് ബോഡി ഇറക്കം പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടിയിട്ട് 14.5 ഇഞ്ച് വെട്ടി എന്നിട്ട് അതിനെ 4 മടക്കിയിരിക്കാൻ കേട്ടോ. ഇനി ഇതെന്താണെന്ന് വെച്ചാൽ ചെസ്റ്റിൻ്റെ അളവ് 9.5 ആയതുകൊണ്ട് അതിനോട് കൂടി ഒരു 2 ഇഞ്ച് കൂട്ടിയിട്ട് അപ്പോൾ 11.5 വരുമല്ലോ. അപ്പോൾ ആ 11.5 അളവിൽ തുണി ഞാൻ ഒന്നും കൂടി വെട്ടുകയാണ്. അപ്പോൾ കറക്റ്റ് അളവിൽ നമ്മൾ അതൊന്ന് പറഞ്ഞു തരാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. താഴത്തേക്ക് 10.5 ഇഞ്ച്, 9.5 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 10.5 ഇഞ്ച്. അപ്പോൾ ആ ഒരു കണക്കിൽ ഞാനിത് വെട്ടണത്. ഇനി നമുക്ക് തയ്ക്കാനുള്ള അളവ് കണക്കാക്കാം. ഷോൾഡർ 6.5 ഇഞ്ചിലാണ് ഷോൾഡർ അടയാളപ്പെടുത്തേണ്ടത്. താഴത്തേക്കും 6.5 ഇഞ്ച് തന്നെയാണ്. ഇപ്പോൾ നമ്മൾക്കൊരു ബോക്സ് പോലെ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് അറ്റത്തും കൂടി ഒരു 6.5 ഇഞ്ച് കണക്കാക്കി നമുക്കത് ബോക്സ് പോലെ വരച്ചെടുക്കാൻ പറ്റും. ഞാനിതെല്ലാത്തിനും അളവോടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആംഹോൾ 6.5 ഇഞ്ചാണ്. അപ്പോൾ അത് പറയണത് മനസ്സിലായിട്ടില്ലെങ്കിലും അതോടെ എഴുതിയിട്ട് അത് മനസ്സിലാവുമല്ലോ, അതിന് വേണ്ടി ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. നെക്ക് വീതി വന്നിട്ട് 3 ഇഞ്ചാട്ടോ. ബാക്ക് നെക്ക് ഇറക്കം 2 ഇഞ്ച് കേട്ടോ. ഇനി അതിനെയും ഒരു ബോക്സ് ആക്കുകയാണ്. മനസ്സിലായല്ലോ. ഇത് വി നെക്ക് ആയതുകൊണ്ട് 2 ഇഞ്ചിന് കൂടുതൽ ഇറക്കം വെക്കരുത് കേട്ടോ. അപ്പോൾ കഴുത്ത് ബാക്കിലേക്ക് ഇറങ്ങി പോകും. ഇനി ചെസ്റ്റ് വന്നിട്ട് 9.5 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും. 9.5 ഇഞ്ച്, അതിൽ 1.5 ഇഞ്ചൊക്കെയാണ് അതിൽ മാർജിനായിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. 1.5 ഇഞ്ചൊക്കെ തന്നെ വരുന്നുള്ളൂ. അത്ര മതി, ധാരാളം മതി. കാരണം ഇതൊരു ഓപ്പൺ ടോപ്പ് ആയതുകൊണ്ട് പിന്നെ നല്ല ടൈറ്റായിട്ട് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്തത് അടയാളപ്പെടുത്താനുള്ളത് താഴത്ത് സാധാരണ ഇതൊരു അലിയ കട്ട് മോഡലാണ്. സാധാരണ ഒരു 5-6 ഇഞ്ചോളം മുകളിലേക്ക് വെട്ടണം. ഇതിപ്പോൾ അത്ര വേണ്ട, 3.5 ഇഞ്ച് ആണ് ഇപ്പം ഞാൻ കണക്കാക്കുന്നത്. ശരിയാവുമെന്ന് വിചാരിക്കാം. കാരണം ഞാനിത് ടോപ്പ് നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഓൺലൈനിൽ ഒരു ടോപ്പ് കണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇത് വെട്ടണത്. ഒരു കാൽക്കുലേഷനിൽ വെട്ടുകയാണ്. 3.5 മതിയാവും എന്നുള്ളൊരു കാൽക്കുലേഷൻ കേട്ടോ. കണ്ടിട്ട് തുണി എൻ്റെ കയ്യിലില്ല, തുണി വാങ്ങാത്ത തുണിയാണേ. അപ്പോൾ ഞാൻ 3.5 കാൽക്കുലേഷനിൽ താഴത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വന്നിട്ട് മുകളിലേക്ക് അപ്പോൾ ഇതൊരു 15 ഇഞ്ചും വരും. അതായത് ഇപ്പോൾ മനസ്സിലായല്ലോ. താഴത്ത് നമ്മൾ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം വീനക്ക് വെട്ടാൻ വേണ്ടി അടയാളപ്പെടുത്തുക. അതാണ് അതിൻ്റെ ശരിയായ മെത്തേഡ് കേട്ടോ. ഇനി നമുക്ക് ആംഹോൾ അടയാളപ്പെടുത്താം. ഇതിന് ഏകദേശം ഒരു 1.5 ഇഞ്ച് നമ്മൾ ഈ സ്കെയിൽ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. കാരണം നമുക്ക് ഈ സ്കെയിൽ എന്നൊക്കെ പറഞ്ഞാൽ 1 ടൈം വാങ്ങിയാൽ മതി. മാക്സിമം ഇതിന് വലിയ വിലയൊന്നുമില്ല. അങ്ങനെ വാങ്ങിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് നല്ല തുണികളൊക്കെ.
ഓക്കെ. അപ്പം നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. ഇതിപ്പോൾ ഞാൻ 1.5 ഇഞ്ച് പിന്നെ 1.5 ഇഞ്ചാണ് ഇത് എടുത്തിരിക്കുന്നത് കൈക്കുഴിയുടെ അളവായിട്ട്. എന്നിട്ട് ഒരടയാളം കൂടി നടുപ്പെടുത്തണം. 2 ഇഞ്ചിൽ കൈക്കുഴി അടയാളപ്പെടുത്തുക, 2 ഇഞ്ചിൽ. അതെന്താണെന്ന് തുന്നൽ അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം ഞാൻ 1.5 ഇഞ്ചും അടയാളപ്പെടുത്തി, പിന്നെ 2 ഇഞ്ചും. ഇത് വെട്ടുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി വന്നിട്ട് നമ്മുടെ ബാക്ക് നേരത്തെ പറഞ്ഞല്ലോ 2 ഇഞ്ചാണ്. ബാക്ക് നെക്കും അടയാളപ്പെടുത്തി 2 ഇഞ്ച്. ഓക്കെ. ഇനി നമുക്കത് വെട്ടാം. ബാക്ക് കഴുത്താണല്ലോ ഇപ്പം നമ്മൾ വെട്ടിയത്. അപ്പം ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ 2 ഇഞ്ച് വെച്ചിട്ട് അമ്പോൾ അടയാളപ്പെടുത്തില്ലേ, അത് നോക്കി ശ്രദ്ധിച്ച് വെട്ടണം. എപ്പോഴും വെട്ടുമ്പോൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. അപ്പം ബാക്ക് നെക്ക് വെട്ടി, ബാക്ക് കഴുത്തും വെട്ടി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കിട്ടി. ബാക്ക് മാത്രമാണ് ഇപ്പം നമ്മൾ വെട്ടി മാറ്റിയിട്ടുള്ളൂ. ബാക്ക് പീസാണത്. ഇനി അടുത്ത് നമുക്ക് ഫ്രണ്ട് പീസ്. ഇപ്പോൾ കണ്ട അവിടെ നിന്ന് ഞാൻ ഓരോ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ നമുക്ക് ഒരൊറ്റ അളവ് ഇതിൽ നമുക്കിതൊക്കെ അടയാളപ്പെടുത്താവുന്നേ ഉള്ളൂ. ഇത് ബാക്കിൽ നിന്നും അടയാളപ്പെടുത്താം. ഞാനെപ്പോഴും ഫ്രണ്ടിൽ നിന്ന് അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് ഒത്തിരി കൂടിയും വൃത്തിയായിട്ട് കിട്ടും. ഇനി നമ്മൾ ആ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയത് വെട്ടുകയാണ്. ഈ പീസ് തുണി എടുത്ത് വയ്ക്കുക നല്ലതാണ്. നമുക്ക് ഫ്രില്ല് പോർഷൻ അടയാളപ്പെടുത്തുമ്പോൾ ഇത് വെറുതെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ, ഞാൻ നെക്ക് വെട്ടി. അപ്പോൾ അതെന്താണ്, എല്ലാം ഓപ്പണായി. നെക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഏകദേശം ഒരു 11 ഇഞ്ച് വരും നെക്ക് ഇറക്കം കേട്ടോ. കാരണം അത് 14.5 ഇഞ്ച് തുണി ഉണ്ടായിരുന്ന 3.5 ഇഞ്ച് താഴത്തേക്ക് വെട്ടി. 3.5 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 11 ഇഞ്ചല്ലേ. മനസ്സിലായല്ലോ. അപ്പം അതിങ്ങനെ വെട്ടി കിട്ടും. ഓക്കെ. ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി നമുക്ക് അടുത്തത് വെട്ടാൻ പോണത് നമ്മുടെ ബാക്ക് ഫ്രില്ല് പോർഷനാണ് വെട്ടാൻ പോണത്. ഇത് ഞാൻ 13.5 ഇഞ്ച് ഇറക്കത്തിലാണ് വെട്ടാൻ പോണത്. 13.5 ഇഞ്ച് ഇറക്കം മതിയാവും ഏകദേശം എന്നൊരു ധാരണയിലാട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ തുണി കണ്ടിട്ടില്ല, ഓൺലൈൻ കണ്ടൊരു ഐഡിയ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യണത്. അത് കഴിഞ്ഞു. 13.5 ഇഞ്ച് ആണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. ഇനി ഫ്രണ്ടിൽ നമ്മൾ ആദ്യം വെട്ടി വെച്ചിട്ട് ഒരു 3.5 ഇഞ്ച് തുണി ഫ്രണ്ട് പോർഷനിൽ അത് ഞാനിപ്പോൾ അടയാളപ്പെടുത്തി കണ്ടല്ലോ. അത് വെച്ചിട്ട് ഒരു ബോക്സ് എടുക്കുക. ഒരു ബോക്സായിട്ട് ആ തുണി അവിടെ വെച്ചിട്ടൊരു ബോക്സ് ഉണ്ടാക്കി അതിൻ്റെ നടുവ് കൂടെ ഒരു ലൈൻ ഇട്ടു. എന്നിട്ട് അതിനെ ഇപ്പോൾ ഞാൻ വെട്ടാൻ പോവാം. ഇനി ഫ്രണ്ടിൽ ആ ഒരു 3.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ട് ബോക്സ് വരച്ചിരിക്കുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ ഒരു 13.5 ഇഞ്ച് കൂടെ താഴത്തേക്ക് ഫ്രില്ലിടാനുള്ള തുണി നമ്മൾ കണ്ടെത്തണം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ടിൽ 13.5 പ്ലസ് 3.5 ഇഞ്ച് വേണം തുണി മൊത്തം. 13.5 പ്ലസ് 3.5 പറഞ്ഞാൽ 17 ഇഞ്ച് തുണി ഫ്രണ്ടിൽ ഫ്രില്ലിടാൻ തുണി വേണം. മനസ്സിലായല്ലോ. അതാ ഒരു ബോക്സ് വരച്ചിട്ടുണ്ടല്ലോ, ആ ബോക്സും അത് 3.5 ഇഞ്ച് പ്ലസ് 13.5 ഇഞ്ച്. മനസ്സിലായല്ലോ. ഇനി ആ ബോക്സിൻ്റെ നടുവ് കൂടെ നമ്മൾ ക്രോസ് ആയിട്ട് അങ്ങോട്ട് വെട്ടുകയാണ്. ഇനി നമുക്ക് കുറച്ച് കട്ട് പീസുകൾ വേണം കേട്ടോ. ഇത് ഞാൻ 3 ഇഞ്ച് വീതിയിലാണ് കട്ട് പീസ് മുറിക്കണത്. അതെന്തിനാ വെച്ചാൽ ഫ്രണ്ടിൽ നെക്ക് അടയാളപ്പെടുത്താനും പിന്നെ താഴത്തെ സ്കർട്ട് പോർഷൻ ഉണ്ടല്ലോ, അത് ഓപ്പൺ ആണല്ലോ. അപ്പോൾ ആ സ്കർട്ടിൻ്റെ അവിടെയും നമ്മൾ വേറെ പീസ് വെച്ചിട്ട് അടിച്ചു മറിക്കണത്. അതുപോലെ അടിച്ചു മറിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് വൃത്തിയുണ്ടാവില്ല. ആ സ്കർട്ടിൻ്റെ പോർഷനാണ് ഇപ്പോൾ കാണിച്ചത്. അടിച്ച് മറിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്നേ ജോയിൻ ചെയ്യണ്ടേ. ബാക്ക് പീസാണ് അപ്പോൾ അത്.
ജോയിൻ ചെയ്ത് താഴത്ത് സ്കർട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇതുപോലെ ഞൊറിയൊക്കെ ഇട്ടു. ഞാൻ ഞൊറി കൊടുക്കണത് മെഷീനിലല്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഞൊറി ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ നേരത്തെ ഞൊറി ഇട്ട് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് തന്നെ ഞൊറി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ ഞൊറി വെച്ചിരിക്കുന്നത്. ഞാൻ പറയാം, കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ, തുണിയിലൊരു കെട്ടിടുക. കെട്ടിട്ടിട്ട് നീളത്തിൽ മൊത്തം അടിക്കുക. നമുക്ക് ജോയിൻ ചെയ്യേണ്ട ഭാഗം മുഴുവൻ അടിച്ചിട്ട് ആ അറ്റത്ത് വരുമ്പോൾ നൂല് കെട്ടിടരുത്. നൂല് നീളത്തിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കണം. എന്നിട്ട് ആ നൂലിങ്ങനെ പതുക്കെ വലിക്കുക. പതുക്കെ വലിച്ചിട്ട് കുഞ്ഞു 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 ഞൊറികൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഞൊറി ഭാഗം ആദ്യം കാണിച്ചില്ലേ, ഇങ്ങനെ വെച്ച് കാണിച്ചില്ലേ, അതുപോലെ വെച്ച് അളവ് നോക്കുക. അത്രേ വേണ്ടൂ. മെഷീനിൽ ഞൊറിയിടാൻ പോയാൽ ചിലപ്പോൾ ഈ ഭംഗി കിട്ടില്ല. ഇതാണ് ഏറ്റവും ഭംഗി. പ്രത്യേകിച്ച് ഫ്രണ്ട് പോർഷനൊക്കെ ഫ്രില്ല് വരുമ്പോൾ ഇതാണ് ഏറ്റവും നല്ലതും സൗകര്യവും. പണി എളുപ്പവും കഴിയുകയും ചെയ്യും. ഒരേ വലുപ്പത്തിൽ നമുക്ക് ഫ്രില്ല് കിട്ടും. പതുക്കെ അങ്ങനെ വലിച്ച് ഞൊറി അഡ്ജസ്റ്റ് ചെയ്യുക. ഒറ്റ കാര്യമുള്ളൂ, ആ നൂല് പൊട്ടാതെ നോക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് വെച്ച് നോക്കി നോക്കാം. നല്ല വശം വെച്ചിട്ടാണ് ഇത് തയ്ക്കേണ്ടത് കേട്ടോ. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. പറഞ്ഞല്ലോ, നല്ല വശവും നോക്കിയിട്ട് തയ്ക്കണം കേട്ടോ. ഇങ്ങനെയാണ് 3 പോർഷനും, അതായത് ഫ്രണ്ടിലത്തെ 2 പോർഷനും ബാക്കിലത്തെ ഒരു പോർഷനും ഫ്രില്ലിടുന്നത് ഇങ്ങനെ തന്നെയാണ്. മനസ്സിലായല്ലോ അല്ലേ? ഇനി കയ്യിന് 15 ഇഞ്ച് നീളത്തിലാണ് കൈ അടയാളപ്പെടുത്തുന്നത്. ഒരു 3.5 ഇഞ്ച് ഇറക്കത്തിൽ കൈ നീളം 15ഉം പിന്നെ കൈക്കുഴി ഒരു 3.5 ഇഞ്ച് ഇറക്കവും കണക്കാക്കിയിട്ട് വെട്ടുകയാണ്. 15 ഇഞ്ചെങ്കിലും നീളം വേണം കൈ. അല്ല പിന്നെ കൈ ഇല്ലാതെ തയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഇപ്പോൾ എന്തായാലും കൈ വെച്ചിട്ടാണ് തയ്ക്കണത്. ഫാഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതാണല്ലോ ഫാഷൻ അല്ലേ? അത് നമ്മൾ സന്തോഷത്തോടെ തയ്ച്ചിട്ട് ഇടുക. അപ്പോൾ നമുക്കൊരു ഹാപ്പി, എല്ലാവരും നന്നായി പറയുമ്പോൾ അപ്പോൾ ഡബിൾ ഹാപ്പി. അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വെട്ട് വരുന്നത്, ഇത് നമ്മൾ ഡോറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതായത് റോപ്പ് ഉണ്ടാക്കണ്ടേ. ക്രോസ് പീസിൽ വേണം ഇത് ചെയ്യാൻ. സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്താൽ കിട്ടില്ല. റെക്റ്റാങ്കിളുള്ളൊരു തുണി എടുക്കുക, അതിനെ നേരെ നടുമടക്കുക. അപ്പോൾ അങ്ങനെ ഇതുപോലെ ത്രികോണം കിട്ടും. അതിൽ വെച്ചിട്ട് അങ്ങനെ ത്രികോണത്തിൽ വെച്ചിട്ട് ഇത് വെട്ടിയെടുക്കണം കേട്ടോ. അര ഇഞ്ച് നമ്മൾ കണക്കാക്കുക. സ്കെയിൽ വെച്ചിട്ട് ഇപ്പോൾ വരച്ചിട്ട് അര ഇഞ്ച് കണക്കാക്കുക. അത് കൂടെ അടിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ അടിച്ച് മറക്കണ്ടേ നമ്മൾക്ക്. വലിയൊരു സൂചി എടുക്കുക. എന്നിട്ട് ഈ അതിൻ്റെ ആ അടിച്ച തുണിയുടെ തറ്റത്ത് ഒരു കെട്ടിട്ട് കൊടുക്കുക. അത് ഹോള് അടച്ചിട്ട് കെട്ടിട്ട് കേട്ടോ. ഒരു ഹോളിൽ കൂടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ടത് സൂചി ഉള്ളിൽ കൂടെ ഇട്ടിട്ട് സൂചി പുറത്തേക്ക് എടുക്കുക. അപ്പോഴല്ലേ, എന്നിട്ട് അതിങ്ങനെ വലിക്കുക. അപ്പോൾ വലിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ശരിയാവുമെന്ന്. അത്ര പെട്ടെന്ന് ശരിയാവില്ല കേട്ടോ. കുറച്ച് സമയം എടുക്കും. കാരണം ഇത് ചെറിയായിട്ടാണ്, വളരെ ചെറുതായിട്ടല്ലേ ഇത് അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വലിച്ച് ആ കെട്ടിട്ടുണ്ടോ നമ്മൾ, ആ കെട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കണം. അപ്പം മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ. കുറച്ച് താമസം പിടിക്കും. ആ ഒരു തുഞ്ചത്തുണ്ടല്ലോ, അവിടെ ഒരു കെട്ട് വീഴും. ആ കെട്ട് വീഴാതെ പതുക്കെ അങ്ങനെ ബാക്കിലേക്ക് തള്ളി കൊടുക്കുക. നൂല് മുഴുവൻ പുറത്തേക്ക് എടുക്കുക. നൂലിൽ സൂചി ഇട്ടിട്ട് ആ സൂചിയാണ് ഇപ്പോൾ പുറത്തേക്ക് എടുത്തിരിക്കണം. അങ്ങനെ പതുക്കെ വലിച്ചെടുക്കുക. ഇത് എത്ര വേണമെങ്കിൽ നമുക്കത് നീളത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 20 ഇഞ്ചോളം തുണിയിൽ അതിപ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. എത്ര തിന്നാണ് നമുക്ക്. ഇങ്ങനെ വേണത് ഉണ്ടാക്കാൻ.
നിങ്ങളൊരു 3-4 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കൂ, അപ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അതിൻ്റെ നടുവിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോറി ഉണ്ടാക്കിയത്. കണ്ടോ, നല്ല ലുക്കായില്ലേ. ഇനി ഞാൻ ഓൺലൈൻ എടുത്ത ടോപ്പും നമ്മൾ തയ്ച്ച ടോപ്പും തമ്മിൽ നോക്കി നോക്കൂ. കണ്ടോ, ഒരേപോലെ ആയില്ലേ. വീഡിയോയിൽ കാണുന്നത് എൻ്റെ മോളാട്ടോ. അപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നമ്മളും സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക്